വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളത് ചരിത്ര സത്യമാണ്. എല്ലാവരും ഒരുപോലെ അത് അംഗീകരിക്കുന്നു. ഖുറാനിൽ ഇസ്ലാം മതഗ്രന്ഥമായിരിക്കുന്ന ഖുറാൻ 114 സൂറയും 6239 ആയത്തുകളും 77,934 കലിമകളും അടങ്ങിയ ഇസ്ലാം മതഗ്രന്ഥമായിരിക്കുന്ന ഖുറാൻ ഇങ്ങനെ പറയുന്നു: അല്ലയോ മാനവരാശിയെ, കാണുവാൻ ഞാൻ നിങ്ങൾക്ക് കണ്ണുകൾ തന്നില്ലേ, കേൾക്കുവാൻ ഞാൻ നിങ്ങൾക്ക് ചെവികൾ തന്നില്ലേ, എന്നിട്ടും കാണേണ്ടത് കാണാതെയും കേൾക്കേണ്ടത് കേൾക്കാതെയും നടക്കുന്നത് എന്താണ് മകനെ? ഇബ്ലീസിനാൽ കുത്തേറ്റപ്പെടാത്തവരായി ഇന്നിന്റെ മണ്ണിൽ ആരുമില്ല എന്ന് ഖുർആൻ അനുശാസിക്കുന്നു. ബൈബിൾ ഖുർആനിനേക്കാൾ 550 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ രേഖയാക്കി: സ്ത്രീയിൽ നിന്ന് ജനിച്ചവരല്ല പാപികളാണ്. എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ പാപത്തിലാണ് ഉരുവായതെന്ന് കിങ് ഡേവിഡ് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം: ആദി പിതാവായ ആദമും ഹവ്വയും, ആദം ഹവ്വ ബീബിമാർ പറുദീസയ്ക്ക് സമാനമായ ഏദൻ പൂങ്കാവനത്തിൽ നിന്ന് നിഷ്കാസിതരായി. അവർക്ക് തിരിച്ച് തോട്ടത്തിലേക്ക് കയറണം. എന്താ പദ്ധതി? എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? പ്രിയമുള്ളവരെ, എന്തെല്ലാം ഇസങ്ങൾ ഇവിടെ വന്നു. ഇസങ്ങളുടെ അമരക്കാരൻ മരിച്ചുപോയി. ഗാന്ധിസം, ഡാങ്കയിസം, ലെനിനിസം, കൺഫ്യൂഷനിസം, കമ്മ്യൂണിസം എല്ലാം ഒരർത്ഥത്തിൽ അമ്പേ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് മറ്റൊരു ഇസത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. അതാണ് ഇവാഞ്ചലിസം അഥവാ ഗുഡ് ന്യൂസ്, സുവിശേഷം. ആ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായവർക്ക് തിരിച്ച് പറുദീസയിലേക്ക് കയറണം. പക്ഷേ പാപം ചെയ്തത് കൊണ്ട് സാധിക്കുന്നില്ല. അകം ബ്രഹ്മാസ്മി തത്വമസി, ഞാൻ അനിഷ്ടേ വിദഗ്ധേവ ധർമ്മയജ്ഞതേ വിജതേന്ദ്രിയ വിനവേ പാപയാഗേന മോക്ഷം ലഭതേതിതേ. ഹൈന്ദവ മതഗ്രന്ഥമായിരിക്കുന്ന നീതിസാരം നമ്മളെ പഠിപ്പിക്കുന്നത് ജനിച്ച മനുഷ്യനല്ല പാവിയ, ജന്മന കർമ്മണ പാവിയ. അങ്ങനെയാണെങ്കിൽ പാവിയായ മനുഷ്യൻ ചെന്നപ്പെടുന്ന സ്ഥലം പാതാളമാണ്, അല്ലെ? നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ മലയാളികൾ, പാവി ചെല്ലുന്നിടം പാതാളം. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഈ പാപത്തിനൊരു പരിഹാരം വേണ്ടേ? പടിഞ്ഞാറുള്ള ജനങ്ങൾ കിഴക്കോട്ടും, കിഴക്കോട്ടുള്ള ജനങ്ങൾ തെക്കോട്ടും, തെക്ക് വടക്ക് ഈ ആ പാറ്റകളെ പോലെ അല്ലയോ ദൈവമേ നീ എവിടെയാണ് എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് ജനസഹസ്രങ്ങൾ, ജനകോടികൾ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് പാലായന പരമ്പരകൾ നടത്തുകയാണ്. എന്തിനു വേണ്ടി? പാപമോചനം വേണം. യാഗയോഗ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ കാമക്രോധ ലോപമോഹ മത മത്സരാദികളിൽപ്പെട്ട് അലഞ്ഞുടലുന്ന മനുഷ്യൻ ദൈവത്തെ തേടി നടക്കുമ്പോൾ ദൈവം മനുഷ്യനെ തേടി വരുന്നു. ഞങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവം മനുഷ്യനെ തേടി അനന്തതയിൽ നിന്ന് അവനിലേക്ക് കടന്നു വന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു: മനുഷ്യ നീ എവിടെ? യെസ്, പച്ചയായ മനുഷ്യനെ മനുഷ്യായ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ചരിത്രത്തിൽ പ്രകമ്പനം കൊണ്ട ഈ ശബ്ദം മനുഷ്യന്റെ കർണപടങ്ങളിൽ ഇന്നും മാറ്റൊലി കൊള്ളിക്കുകയാണ്. യെസ് പ്രിയമുള്ളവരെ, മാംസളമായ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ആ ശബ്ദം കേട്ട് രൂപാന്തരത്തിന്റെ പാന്താവിലൂടെ വഴി മാറ്റിവിട്ടവരാണ് ഞാനും നിങ്ങളും. ഞാൻ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയത്തിന്റെ ചട്ടുകമായി പ്രവർത്തിച്ച ചെറുപ്പക്കാരനായി എനിക്ക് നാൽക്കവലകളിൽ കാറൽ മാക്സിനെ കുറിച്ച്, ഫെഡറിക് എംഗൽസിനെ കുറിച്ചും വായുതോരാതെ പ്രസംഗിച്ച കണ്ണൂരിന്റെ മണ്ണിൽ ഇന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച്, യഥാർത്ഥ വിപ്ലവകാരിയെ കുറിച്ച് പറയുവാൻ ഞാൻ വാചാലനാണ്. കാരണം എന്താണെന്ന് പറയട്ടെ, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കാറൽ മാക്സിനോ ഫെഡറിക് എംഗൽസിനോ സാധിക്കുകയില്ല. രണ്ടുപേരും യഹൂദന്മാരാണ്. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന യഹൂദന്മാരുടെ അലറുന്ന സിംഹമായ യേശു ക്രിസ്തു മനുഷ്യനെ ഇന്നും രൂപാന്തരപ്പെടുത്തുന്നു. യെസ്, അവൻ ഇങ്ങനെ ക്ഷണിക്കുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇങ്ങനെ പറഞ്ഞത് ആരുണ്ട്? പാപഭാരവുമായി, പാണ്ഡക്കെട്ടുമായി ജനസഞ്ചയങ്ങൾ ഈ ആ പാറ്റകളെ പോലെ പാപമോചനത്തിന് വേണ്ടി പരക്കം പായുമ്പോൾ കായക്ലേശം അനുഭവിച്ച്